നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി ശ്രീ സന്തോഷ് ജോഗിയുടെ പ്രിയപത്നി ശ്രീമതി ജിജിയുമായിട്ടുള്ള അഭിമുഖവും നമ്മൾ തുടരുകയാണ്. നമസ്തേ ജി. ശരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ ഭാഗങ്ങളുടെ തുടർച്ചയായി ചോദിക്കുകയാണ്. എപ്പോഴും എനിക്ക് സന്തോഷ് ഈ തീഷ്ണത പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങാം. ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴും ദേഷ്യമുണ്ടോ? ഉണ്ട്. ഒത്തിരി സ്വാതന്ത്ര്യമുള്ളവരടുത്ത് ദേഷ്യവും കൂടുന്നല്ലേ. വേറൊരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്കത് അത്ര ഒരു സങ്കടത്തോടുകൂടി ബാധിക്കില്ലല്ലോ. സ്നേഹമുള്ള ഒരാൾ ചെറുതായി ദേഷ്യപ്പെട്ടാൽ അത് ദേഷ്യം തന്നെ. ദേഷ്യമൊക്കെ അത്യാവശ്യം തന്നെ. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30-35 സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറയുന്നൊരു വലിയ ഗ്രാഫോ നടൻ്റെ അല്ല ശരിക്കും സന്തോഷിനെ വിലയിരുത്തേണ്ടത്. ചേച്ചി പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നന്നായിട്ട് എഴുതുക, വേറിട്ട വഴി ചിന്തിക്കുക. ശരിക്കും നമ്മുടെ സംഗീതം പോലും അല്ലേ, ഗസൽസ്, ഒരുപാട് കാര്യങ്ങളിൽ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തി. അതൊക്കെ എങ്ങനെയാണ് ജിജിയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഇൻഫ്ലുവൻസ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയ പ്രായം തന്നെയാണ് ശരിക്കും ജോഗിനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. നമ്മളെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രായം. ആ സമയത്ത് എൻ്റെ മുമ്പിൽ വന്നതൊക്കെ സമൃദ്ധിയാണ്. കാരണം നല്ല പുസ്തകങ്ങൾ, നല്ല പാട്ടുകൾ. ഇപ്പം ഗസലൊക്കെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത് തന്നെ ജോഗിയാണ്. എനിക്കറിയില്ലായിരുന്നു. കേട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക സുഖവും അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിലേക്ക് മുഴുകാൻ തന്നെ തോന്നുന്നൊരവസ്ഥ. അതുപോലെ നല്ല സിനിമകൾ. അപ്പോൾ ഏതോ ഒരു വലിയ ഗുരു എനിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തുന്ന പോലെയാണ്. എൻ്റെ ടീച്ചറാണ് ജോഗി ശരിക്കും ആ കാര്യത്തിൽ. അതെ. ജിജിയുടെ ഒരു സന്തോഷിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള കാര്യം ചോദിക്കുകയാണ്. ശരിക്കും ഐഡിയലായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ പറയുന്നത് എല്ലാവരും തിരിച്ചറിയാനും അവരവരുടേതായ ഇഷ്ടങ്ങളിൽ അവരെ നയിക്കാനൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു ഈ ഒരു സ്വഭാവത്തിൻ്റെ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ശരിക്ക് എൻ്റെ അപ്പച്ചൻ ഒരു കൂലിപ്പണിക്കാരനാണ് ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ വളരുന്നായിരുന്നു ഒക്കെ. എന്നാലും എൻ്റെ അമ്മ അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് പുസ്തകങ്ങളായിട്ടുള്ള പരിചയം മാത്രമാണ്. പിന്നെ ഞാൻ ഒറ്റ മകളായിട്ടാണ് വളർന്നത്. എനിക്കൊരു അനുജനുണ്ടായിരുന്നു. അവൻ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പം അങ്ങനെ ഒറ്റപുത്രയായിട്ട് വളർന്നു. ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രോവേർട്ടായിട്ടൊക്കെ ചിലപ്പോഴും മാറിയിട്ടുണ്ടാവാം. അതിൽ അപ്പോഴും ഞാനിങ്ങനെ ആയിരുന്നോ എന്നുള്ള ചോദ്യത്തിന് എനിക്കറിയില്ല. ജോഗി വന്നതിന് ശേഷമുള്ള ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ ബേസിക് അത്രയ്ക്ക് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഇത് തന്നെ ആയിരുന്നിരിക്കണം. ഗസൽസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പാടി മനോഹരമാലാണ്. അപ്പം ഇതും നന്നായിട്ട് വഴങ്ങുമല്ലേ ചേച്ചിക്ക്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേറിട്ട സംഗീതമാണ്. അതെ അതെ. എനിക്ക് ഗസല് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒരു പാട്ട് പാടുന്നു, അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അത് ഗസലാണെന്നും അതിന്റെ തലങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതിന്റെ ആലാപന രീതി വേറെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. ഫുൽ ഹേ ചാന്ദ് ഹേ ക്യാ ലഗ്താ ഹേ ആ വരി. അപ്പൊ എനിക്ക് അന്ന് അതിന്റെ കറക്റ്റ് അർത്ഥം അറിഞ്ഞൂടെ. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നു, പൂവാണോ ചന്ദ്രനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി മാത്രം പാടിയ പാട്ടാണ്. ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തയാണല്ലോ, അതറിയില്ല. ഞാൻ പറയുന്നു, ഇത് കാണുന്ന പ്രേക്ഷകരും തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ പറയും, തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ ആ കോംപ്ലിമെന്റിൽ തന്നെ അതൊന്ന് കുറച്ച് പാടും. ഫൂൽ ഹേ ചാന്ദ് ഹേ ക്യാ ലഗ്താ ഹേ, ഫൂൽ ഹേ ചാന്ദ് ഹേ ക്യാ ലഗ്താ ഹേ, ഭീड़ में सबसे जुदा लगता है, फूल है चांद है क्या लगता है, भीड़ में सबसे जुदा लगता है, फूल है चांद है क्या लगता है, उसके होठों से मैं अब क्या मांगूं, उसके होठों से मैं अब क्या मांगूं, उस
उसके होठों से मैं अब क्या मांगूं, जो भी कहता है दुआ लगता है, जो भी कहता है दुआ लगता है, फूल है चांद है क्या लगता है. നമ്മൾ സ്നേഹിച്ചൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമ്മളെല്ലാ പിന്തുണയും കൊടുത്തൊരു വ്യക്തി, നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ട ഒരാൾ, സുഖദുഃഖങ്ങളിൽ നേരത്തെ എല്ലാം പങ്കുചേർന്നിരുന്നു. ആ ഒരു വ്യക്തി എന്ത് കാരണം കൊണ്ടായാലും നമ്മളൊന്നും പറയാതെ നമ്മളൊരു പടിയിറക്കാം എന്ന് തന്നെ പറയാം. ഒരർത്ഥത്തിലായിരിക്കട്ടെ, അത് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. അത് ശരിക്കും അതിനെന്ത് ന്യായീകരണമാണ് ജിജിയുടെ മനസ്സിൽ എപ്പോഴേലും സ്വന്തമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ തോന്നിയിട്ടുള്ളത്? ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ജോഗി മരിച്ചു എന്നുള്ളത് എനിക്കൊരു ഇൻഫർമേഷൻ മാത്രമാണ്. കാരണം മരിച്ച് ആത്മഹത്യ ചെയ്തു, 2 ദിവസത്തിന് ശേഷം ഡെഡ് ബോഡി കണ്ടെത്തുന്നതൊക്കെ. അപ്പോൾ അത് കേടായ അവസ്ഥയിലായിരുന്നു, ശരീരം കാണാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് ഒരു വെളുത്ത തുണി പുതപ്പിച്ച ഒരു എംബാം ചെയ്തിട്ടുള്ള ഒരു പേടകത്തിനകത്തൊരു വെളുത്ത തുണി, അതാണ് ജോഗിയുടെ മൃതശരീരം എന്ന് പറഞ്ഞ പേരിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ജോഗി മരിച്ചൊന്നും വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ള സമയത്തും പെട്ടെന്ന് പോയി ഒത്തിരി നാൾ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത്. കാരണം നമ്മുടെ ഒപ്പമുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് അറിയാത്തൊരു അനിശ്ചിതാവസ്ഥ. പക്ഷെ പിന്നെ എപ്പോഴേലും വിളിച്ചു പറയും ഞാൻ ഹിമാലയത്തിലാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പൂനെയിലാണ്, അല്ലെങ്കിൽ ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ്, അങ്ങനെ പറയും. അപ്പം ആ സ്വഭാവത്തിനോട് ചേർന്ന് വന്നപ്പോൾ എനിക്കതൊരു ഈ മാറി നിൽക്കുക അല്ലെങ്കിൽ ദൂരത്തേക്ക് പോവുക, യാത്ര പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ബാധിക്കാരണം. നമ്മളെന്നും എല്ലാ ദിവസവും കാണുകയോ സംസാരിക്കുകയും ചെയ്താലേ ഒരു അടുപ്പം നിലനിൽക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. മുമ്പൊക്കെ ഞാനങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വീണ്ടും തോന്നുകയാണ് ഈ ജന്മാന്തരങ്ങൾക്കപ്പുറത്ത് ഒരു ദിവസം എന്നോട് ഞാൻ മരിച്ചിട്ടില്ലാന്നോ അല്ലെങ്കിൽ മരിച്ചോന്നോ പറയാനെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമെന്നൊക്കെ. അപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊരു ഇൻഫർമേഷൻ, അത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ എത്രയോ വാർത്തകൾ അസത്യമായിരുന്നു എന്നൊക്കെ പിന്നെ കേൾക്കാം. അങ്ങനെ ആവട്ടെ. മനസ്സിൻ്റെ ഏതോ മായികാവസ്ഥയിൽ എല്ലാം മറന്ന് അപാരതയിലേക്ക് മറഞ്ഞുപോയി. എന്തിനു വേണ്ടി? തീരത്തുള്ളവർക്ക് ഒരിക്കലും ഒടുങ്ങാത്ത കണ്ണീരിൻ്റെ തിര സമ്മാനിക്കാനോ? ഈ മനസ്സിനെ ഒരു എന്താ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മളതിനെ ഉറപ്പിക്കാൻ തന്നെ ജിജി തിരഞ്ഞെടുത്തൊരു വഴി തന്നെയാണോ അത്? ശരിക്കും അങ്ങനെ അതിനൊരു ഇൻഫർമേഷനായിട്ട് തന്നെ നിലനിന്നോട്ടെ. അതാണ് ഒരു സുഖം. കാരണം എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് ഒരു ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും നെഗറ്റീവാണ്. ചിലപ്പോൾ ഞാൻ ഡെസ്പായി പോവും, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയി പോവും. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ള കുറേ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ, ഇപ്പോൾ അവരൊക്കെ പുഞ്ചിരിച്ചിരിക്കുന്നത്, ഉള്ളിൽ സങ്കടങ്ങളുണ്ടെങ്കിൽ അവർ പുഞ്ചിരിച്ചിരിക്കുന്നത്, അത് കൂടുതൽ സങ്കടപ്പെട്ട് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ അടുത്ത് ഒരു നിമിഷം ഒരാൾ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും കേട്ട് അവർ സങ്കടപ്പെടേണ്ട, അവരെ ഞാൻ കേൾക്കാൻ തയ്യാറാണ്, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ആവട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിശാല ഒരു മനസ്ഥിതി ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടു പോവുകയാണ് വീണ്ടും വീണ്ടും. ഇത് എങ്ങനെയാണ് ജിജിക്ക്? ഞാനിപ്പോൾ നമ്മൾ ഇത്രയും അധ്യായങ്ങൾ ചെയ്തു, പലരും പറഞ്ഞ പോലെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളിൽ നിന്നവർ പലരും പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമില്ല, വേണ്ടാന്ന് വെക്കുകയാണ്. എന്നോട് പലരും പറഞ്ഞ് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. ഞാനിതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജിജിയെ കാണുന്നത് ശരിക്കും സത്യത്തിൽ ബഹുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമാണ്. ഞാൻ പറയുന്നത് സ്വയം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വയമായിട്ട് ഒരു ആത്മവിശകലനം നടത്തി നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? ഇപ്പം നമ്മുടെ വിഷയം പ്രണയമായതുകൊണ്ട് അതിനോട് ഞാൻ ബന്ധപ്പെട്ട് ചോദിക്കുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ ഒരു വ്യത്യസ്തത എങ്ങനെ സ്വയം വിലയിരുത്തും? നമ്മൾ സ്വയം വിലയിരുത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള
കാര്യമാണ്. ഈ ഒരു തലത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടെന്ന് നന്നായി ഇണങ്ങി പോകുന്ന ഒരാളാണ്. പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടി അപ്രോച്ചബിൾ ആണ്. പിന്നെ പ്രണയം അതൊക്കെ എന്നെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും. ഇപ്പൊ വ്യക്തികളോട് തന്നെ പ്രണയം തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു വാക്കിനോ ഒരു വരിക്കോ ഒരു പുസ്തകത്തിനോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തുള്ള പ്രണയം നമ്മൾ സ്വപ്നം കാണും ചിലപ്പോൾ. അങ്ങനെയൊക്കെ കടന്നു പോകുന്നൊരു സാധാരണ പെൺകുട്ടി തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞുങ്ങൾ അപ്പം അവരുടെ ഒരു എന്താ പറയുക, അച്ഛൻ്റെ ഒരു സ്നേഹം അമ്മയുണ്ട് എല്ലാത്തിനും. എന്നാലും അത് നമ്മളെ ഇപ്പം നേരത്തെ പറഞ്ഞത് മറ്റുള്ളവരുടെ ദുഃഖം നമ്മളെ നമ്പരപ്പെടുത്തുന്നതല്ല, അവരവരുടെ ആ സ്നേഹത്തെ തേടുമ്പോൾ അതിന് എന്തുത്തരം ജിജിക്ക് മനസ്സിനെ സാന്ത്വനപ്പെടുത്താനായിട്ട് പറ്റും? ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റേ ഈ അഭിമുഖക്കാരെ പോലെ കുത്തി ചോദിക്കുന്നതല്ല, എല്ലാം പറയാനുള്ളൊരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. കാര്യം അവരൊരു പക്ഷേ നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിനൊപ്പം വളർന്നിട്ടുണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞു പ്രായമാണ്. നഷ്ടപ്പെടലുകൾ തീർത്തും എന്നും നഷ്ടപ്പെടലുകൾ തന്നെയാണ് ജീവിതത്തിൽ. അത് ഏത് അവസ്ഥയിൽ ഏത് കാലത്തിലായാലും. ഇപ്പം 50 വർഷമായാലും 1 വർഷമായാലും തീവ്രത നിലനിൽക്കുന്നവർക്ക് എക്കാലത്തും അത് അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ തേടുന്ന ഒരു മൊമെന്റ് അവര് അന്വേഷിക്കാതിരിക്കില്ല, അവരന്വേഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് പപ്പു എന്നാണ് ഞാനും മക്കളൊക്കെ ജോഗിനെ വിളിച്ചിരുന്നത്. പപ്പു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങളിടയ്ക്ക് കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ പറയും പപ്പു കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ അമ്മേ, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാമല്ലോ എന്ന് പറയും. അത് അവരുടെ ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അവരുടെ അവകാശമാണ്. അപ്പൊ എനിക്ക് പകരം കൊടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്നല്ല. എന്നാലും ഞാൻ പറയും, ഉള്ള സമയത്ത് നിങ്ങളെ നന്നായി സ്നേഹിച്ചിരുന്നു നിങ്ങളെ പപ്പു. നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും സമ്പാദിച്ചിട്ടില്ല, പക്ഷെ വാങ്ങിയ എല്ലാ പുസ്തകത്തിലും എൻ്റെ അമ്മൂനും കപിലയ്ക്കും പ്രിയപ്പെട്ട പപ്പു അങ്ങനെയൊക്കെ. അതിൽ വലിയൊരു സമ്മാനം മക്കൾക്ക് കൊടുക്കാനുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ അതിര് വിട്ട് അങ്ങനെ ചോദിക്കാറോ അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന പോലെ ഇപ്പൊ പെരുമാറുന്നില്ല. അവരുടെ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ പറയും. അപ്പം ഞാൻ അവരെ വളർത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ ആബ്സെൻസിൽ ഒരു കാര്യം അവിടെ മുടങ്ങിപ്പോരുത്. അതുകൊണ്ട് ഞാൻ അവരെ എന്നിൽ നിന്ന് മാറി നിൽക്കാനും അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും ഒക്കെയുള്ളൊരു പ്രാപ്തിയോടു കൂടിയാണ് ശ്രമിക്കുന്നത് വളർത്താൻ വേണ്ടി. പഠിക്കുന്ന കാര്യത്തിലായാലും അവർ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലായാലും കുളിക്കുന്ന കാര്യത്തിലായാലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണല്ലോ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരിക. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം വീട്ടിലില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ അമ്മയില്ലാത്തതുകൊണ്ട് അവരുടെ ഒരു കാര്യം മുടങ്ങിപ്പോയി എന്നുള്ള ഒരു പരാതി വരാത്ത പോലെ ആവണം. അവരങ്ങനെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ എന്നെ താങ്ങുമെന്നുള്ള ചിന്തയിൽ ജീവിച്ചിട്ട് അർത്ഥമൊന്നുമില്ല. ആർക്കെങ്കിലും നമുക്ക് താങ്ങാവാം, പക്ഷെ നമ്മളെ താങ്ങാൻ ഒരാൾ വരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സ്വപ്നം പോലെ ആയിരിക്കും. ചിലപ്പോൾ നല്ല താങ്ങും തണലും ഒക്കെ. ഞാൻ വേർപാട് അല്ലെങ്കിൽ പടിയിറക്കം എന്നൊക്കെ പറഞ്ഞു പോയതാണ്. ഞാൻ ജിജിയുടെ ഒരു വിശാലമായ ക്യാൻവാസിൽ നിന്നും കൊണ്ട് ഇൻഫർമേഷനായി നിൽക്കുന്ന ഇൻഫർമേഷൻ എന്ന് ഞാൻ ഇനി പറയുന്നുള്ളൂ. ആ ഇൻഫർമേഷന് ശേഷമുള്ള ഈ കാലം ഇപ്പം എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ ജോഗി മരിക്കുന്നതിന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാനപ്പുറത്ത് അല്ലെങ്കിൽ അത് ഒരു പ്രതീക്ഷ കൂടുതൽ നൽകാൻ ഒരാളുള്ളപ്പം അതിൻ്റെ തീവ്രത കുറച്ച് കുറയും. അതിനുശേഷം ഒറ്റയ്ക്ക്, കാരണം കുറേ വലിയ പ്രശ്നങ്ങൾ ആ സമയത്താണ് ഞാൻ ഒന്നിച്ച് നേരിടുന്നത്. കടം, ജപ്തി, വീട് ജപ്തി, കുറേ ആളുകളിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുള്ള പണം തിരിച്ചു കൊടുക്കണം, അസുഖങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഒരു പാതി എവിടെയാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ആണെങ്കിൽ കൂടി എവിടെയാണ് എന്ന് നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതിനെ പൊരുത്തപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാം ഒരുമിച്ചാണ് വന്നത്. എനിക്ക് എങ്ങനെയൊക്കെയോ അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു പരിധി വരെയൊക്കെ നടന്നു. കടങ്ങളൊക്കെ തീർത്തു, ചെറിയ കുറച്ച് സ്ഥലം വാങ്ങി, അവിടെ ഒരു ചെറിയ വീട് വെച്ചു. വീട് പണി പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല, എന്നാലും സ്വസ്ഥമായിട്ട് ഇപ്പം താമസിക്കുന്നു. പിന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് തൃശ്ശൂർ സീതാറാം ആയുർവേദ ഫാർമസി, അവിടെ ക്വാളിറ്റി കൺട്രോൾ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും സീതാറാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. ഞാനിപ്പം എനിക്ക് അവിടെ ഒരു വർക്കിംഗ് ലെവലൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ അവിടെയുള്ള ആളുകളുടെ ഒരു നമ്മളോടുള്ള അപ്രോച്ച്, അത് എനിക്കൊരു ഫാമിലി. ഞാൻ പറയും, എനിക്ക് എൻ്റെ വീട്ടിലിരിക്കുന്നതും അവിടെ ഇരിക്കുന്നതും ഒരുപോലെ, എൻ്റെ മക്കളുടെ ഒപ്പം ഇരിക്കുകയാണെങ്കിലും എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിലും ഒരുപോലെ. അവിടെ നിന്ന് എനിക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമുക്ക് രണ്ടറ്റവും കൂട്ടി മുട്ടിക്കണമുണ്ട്. ഇപ്പോൾ കടങ്ങളും ബാധ്യതകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഇനി മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മളൊരു റോളിങ്. അപ്പം അതിന് വേണ്ടി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഡബ് ചെയ്യും ചെറിയ ചില അവസരങ്ങളിൽ. പിന്നെ എഴുതും, ഓൺലൈൻ ട്യൂഷൻസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം
പിന്നെ ഓൺലൈനായിട്ട് ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ തികയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. പിന്നെ പഠിക്കുന്നുണ്ട്. എനിക്ക് പഠിക്കാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്നൊരാഗ്രഹമുള്ള കൂട്ടത്തില്. ഇപ്പം ഞാൻ വീണ്ടും ഒരു പുതിയ കോഴ്സ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വഴി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ജീവിതത്തിന് എല്ലാ അർത്ഥത്തിലും എൻഗേജ്ഡ് ആക്കി വെക്കാനുള്ളൊരു എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് മക്കളെ വളർത്തി പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും താങ്ങുള്ള ഒരുപാട് പേര് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജിജി ഇങ്ങനെ ഒറ്റയ്ക്ക് വേറൊരാളായി ആൾക്കൂട്ടത്തിൽ തനിയെന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം. നിൽക്കുന്നതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ആര് മനസ്സിലാക്കുമ്പോഴും ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ട് ജിജി മാറും. അത് സ്വയമേവ ഇങ്ങനെ എന്തോ പറയുക നമ്മൾ പ്രദർശിപ്പിച്ച് വാങ്ങിക്കുന്നതല്ല, ആൾക്കാരെ അറിഞ്ഞു തരുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇതിൽ ചോദിക്കുമ്പോൾ ജിജിയെ ചരിത്രത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒന്നും നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതല്ല, എന്നിരുന്നാലും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളും ചരിത്രത്തിൻ്റെ ഭാഗമായി പോകുമല്ലോ, എല്ലാവരും പോകും ഈ ഒരു ഒഴുക്കിൽ. ജിജി എവിടെ നിൽക്കും ആ ഒരു സ്ഥാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ ഓർമ്മിക്കാവുന്നത് ചിലപ്പോൾ എൻ്റെ മക്കളായിരിക്കും. മക്കൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം അതിന് തയ്യാറുമല്ല. കാരണം എല്ലാ സുഖ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ ജീവിതത്തിൽ നിന്ന് പിൻവലിക്കുക ശരിക്കും ചെയ്യുന്നത്. പിന്നീട് ഒരു ദിവസം അവർക്കത് കിട്ടാതായി കഴിഞ്ഞാൽ അവരതുമായിട്ട് പൊരുത്തപ്പെടില്ല. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ടെൻഷനൊക്കെ അറിഞ്ഞു തന്നെയാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്. പിന്നെ അവരെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും സമ്പാദിക്കുന്നില്ല. അവർക്ക് എഡ്യൂക്കേഷന് വേണ്ടി അവരുടെ മെറിറ്റിലല്ലാതെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. അതുകൂടാതെ അവർക്ക് പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കും വായിക്കാൻ വേണ്ടി. അതിനുള്ള വായിക്കാനും കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ, അതൊക്കെയാണ് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെന്നെ ഓർത്താൽ മതി. അപ്പം ഇനി കുറച്ച് എഴുത്തിൻ്റെ വഴികളിലൂടെ എനിക്കൊന്ന് സന്തോഷം പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന അല്ലേ സ്ക്രിപ്റ്റ് ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സിനിമയായി വരാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ ജിജിയുടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിപ്പം കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അത് എൻ്റെ കുഞ്ഞിനെ വേറൊരാൾ പരിചയപ്പെടുത്തുന്നതും ഞാൻ പരിചയപ്പെടുത്തുന്നതും വ്യത്യാസമുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ അച്ഛനില്ല, അപ്പം ഞാൻ അത് പരിചയപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിൽ നിന്ന് അത് ചിലപ്പോൾ എനിക്ക് ഇടയ്ക്ക് സങ്കടം തോന്നും ആ ഒരു കാര്യത്തിൽ മാത്രം. കാരണം ഒരാളുടെ ആ ഒരു യഥാർത്ഥ ഫീലിംഗ്, അത് എഴുതുമ്പോൾ ഉള്ള ആളുടെ ഫീലിംഗ് എന്തായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാം. എനിക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചിലപ്പോൾ വ്യാഖ്യാനിക്കാം. എന്നാലും ആ ഒരു പ്യുവറായിട്ടുള്ളത് കൺവേ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം വരും ജോഗിയുടെ സ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രം. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരുടെ മുമ്പിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുഖം മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ കൂടി സ്വകാര്യമായ ഒരു എന്താ പറഞ്ഞാൽ ഒരു ഏകാന്തതയിൽ ഒരു കരച്ചിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ, കാരണം എല്ലാ ഇമോഷൻസും നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പ്രണയം, അതതിൻ്റെ തീവ്രതയിൽ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള അങ്ങനെ എല്ലാം ഉള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയത്തുമ്പോഴും നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെ ഏകാന്തതയിൽ എങ്ങനെയാണ് ആ സമയമൊക്കെ അങ്ങനെ ഓർത്തെടുക്കുന്നത്? ശരിക്ക് ഏകാന്തതയിൽ അല്ലെങ്കിൽ വിരഹം തോന്നുമ്പം എല്ലാ ഫീലിങ്ങും അത് അനുഭവിച്ച് തന്നെ അറിയണം എന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സങ്കടം വരുമ്പോൾ അത് ചിരിച്ച് കാണിച്ചിട്ടോ, ചിരി വരാത്തപ്പോൾ സങ്കടം കാണിച്ചിട്ടോ കാര്യമില്ല. വിരഹമാണെങ്കിൽ അത് അനുഭവിക്കണം, അതാണ് ആ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. കരച്ചിൽ വരികയാണെങ്കിൽ ഞാൻ കരയും. അതിപ്പം ഈ ഒരു കാര്യത്തിനല്ല, ചിലപ്പോൾ നമുക്ക് സങ്കടം വരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടാവും. ഞാൻ കരയുകയും ചിരിക്കുകയും പ്രേമിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണ പെൺകുട്ടിയാണ്. ജിജിയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ, എവിടെ നിന്നോ ആ യാത്രികൻ വഴിയിൽ പകുതി വഴി വെച്ച് ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു പോയ യാത്രികൻ വീണ്ടും എപ്പോഴെങ്കിലും എനിക്കൊന്ന് ജിജി തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കും കൂടെ തോന്നുന്നൊരു ആഗ്രഹം കൂടെ ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു നമ്മൾ പറയില്ല ജന്മജന്മാന്തരങ്ങളിൽ നിന്നുള്ള അങ്ങനെ വരാം, സംഭവിക്കാം. സത്യം നമ്മൾ പറയും അതല്ലല്ലോ എന്ന് പറയും, പക്ഷേ ഇങ്ങനെ വേണമെങ്കിൽ മനസ്സിൻ്റെ ഒരു ഇത് കൊണ്ട് ഉണ്ടാവാം. കാര്യം മനസ്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് നമ്മുടെ മനുഷ്യൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലും ഒക്കെ ശബ്ദവും ഒക്കെ വീണ്ടും ജിജിയെ തേടി വരണമെന്ന് ഞാനും ഇപ്പോൾ ഈ അവസരത്തിൽ ആശിക്കുകയാണ്. ഒപ്പം കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ അവർ നന്നായിട്ട് പഠിച്ച് സമൂഹത്തിൽ നല്ല രീതിയിൽ വളരാനും ഈ പറഞ്ഞ പോലെ അമ്മ എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ ജിജി സമൂഹത്തിൽ നാളെ ഒരു ക്രിയേറ്റീവായിട്ടൊരാളായിട്ട് അറിയപ്പെടാനും, ഒപ്പം തന്നെ സന്തോഷിൻ്റെ ഈ പറഞ്ഞ ക്രിയേറ്റീവ് വർക്സുകളെല്ലാം തന്നെ നല്ല സിനിമകളായി വരാനൊക്കെ ഞാൻ വെറുതെ ഒരു ആശംസ പറയുകയല്ല, വളരെ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ തീക്ഷ്ണമായിട്ട് എനിക്കൊന്ന് പ്രേക്ഷകരുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടോടുകൂടി ഇന്നു മുതൽ നമ്മളും പ്രാർത്ഥിക്കുന്നു. ഒപ്പം
ഇത്രയും വലിയൊരു ധീരയായ എന്നേ ഞാൻ പറയുള്ളൂ. ശരിക്കും മനസ്സുകൊണ്ട് പോലും നമ്മളൊന്ന് അങ്ങോട്ട് നമിച്ചു പോവുകയാണ്. അങ്ങനത്തെ ഒരു ഇന്ന് ജിജിയുടെ നമ്മുടെ ഈ അധ്യായത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം വിടവാങ്ങുന്നു ഞാൻ പറയും. നമ്മുടെ 2 അധ്യായങ്ങളിൽ പറയാൻ പറ്റുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും നമ്മുടെ സമയക്കുറവ് കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ പൂർവാധിക ശക്തികളുടെ ജീവിതത്തിൻ്റെ പല ഇതിലും കാണാൻ കണ്ടുമുട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രേക്ഷകരോട് ഇന്ന് നമ്മൾ ജിജി എന്ന സന്തോഷ് ജോഗിയുടെ ഭാര്യയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ജിജി എന്നൊരു സ്ത്രീ സ്വന്തം ജീവിത തീഷ്ണതകളിൽ കൂടെ കടന്നു വന്ന നമുക്കെല്ലാവർക്കും മാതൃകയാകുന്ന ഒരു സ്ത്രീയാണ് ജിജി. നിങ്ങളെല്ലാവരും കണ്ട് എല്ലാവരും ഇങ്ങനെ ആകണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പ്രോഗ്രാമിനൊരു വിജയമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജിജിയെ പോലെ മറ്റൊരാളില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞ് കൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് ഇന്ന് വിട വാങ്ങുകയാണ്. ജിജിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. പ്രണയത്തിൻ്റെ ഇതുവരെ വരയ്ക്കാത്ത വാങ്മയ ചിത്രം. ഏതോ തീരത്തിൽ കാണുമെന്ന പ്രതീക്ഷയിൽ പ്രണയമായി ഇന്നും ഉണർന്നിരിക്കുന്നു. മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ. മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.